ലോകം വിനാശത്തിന്റെ വക്കിലാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധ സാഹചര്യങ്ങൾ മൂലം ഒരു വലിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ്. ഈ നിർണായക ഘട്ടത്തിൽ ലോകത്തിന് മുന്നിൽ സുപ്രധാനമായിട്ടുള്ള ഒരു സന്ദേശവുമായി ഒടുവിൽ RSS എത്തുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ ലോകത്തിൽ ഒരു രാജ്യത്തിന് മാത്രമേ കഴിയൂ, അത് ഇന്ത്യയാണ് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് അധ്യക്ഷൻ മോഹൻ ഭാഗവത്. സ്വാർത്ഥ താല്പര്യം ഉള്ളവരും ആധിപത്യം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവരും കാരണമാണ് ലോകത്ത് ഇന്ന് കാണുന്ന ഈ വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നതെന്ന് മോഹൻ ഭാഗവത് തുറന്നടിച്ചു. യുദ്ധങ്ങൾ ആരംഭിക്കുന്നതിന്റെ അടിസ്ഥാനം തന്നെ ഈ സ്വാർത്ഥതയുടെ വികാരമാണ്. എന്നാൽ ഐക്യത്തിലൂടെയും അച്ചടക്കത്തിലൂടെയും ധർമ്മം പാലിക്കുന്നതിലൂടെയും മാത്രമേ ശാശ്വതമായിട്ടുള്ള സമാധാനം സ്ഥാപിക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം ലോകത്തെ ഓർമ്മിപ്പിച്ചു. ലോകത്തിൽ സന്മനസ്സാണ് ആവശ്യമല്ലാതെ സംഘർഷമല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. RSSന്റെ ആസ്ഥാന നഗരമായിട്ടുള്ള നാഗ്പൂരിൽ പുതിയ ഹിന്ദു പരിഷത്ത് ഓഫീസിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ കഴിഞ്ഞ 2000 വർഷങ്ങളായി നിരവധി ആശയങ്ങൾ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അവയിൽ ഒന്നും തന്നെ വലിയ വിജയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും ആ ഒരു ചരിത്രപരമായിട്ടുള്ള യാഥാർത്ഥ്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്നത്തെ ആധുനിക യുഗത്തിലും കാണുന്ന മതപരമായിട്ടുള്ള അസഹിഷ്ണുത, മറ്റുള്ളവരുടെ ആശയങ്ങളോടും വിശ്വാസങ്ങളോടുമുള്ള ബഹുമാനമില്ലായ്മ, നിർബന്ധിത മതപരിവർത്തനം, ഉച്ചനീചത്വങ്ങൾ എന്നിവയെക്കുറിച്ച് അദ്ദേഹം കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. ലോകം ഇന്ന് ഉലയുകയാണ്. ഇന്ത്യ മനുഷ്യത്വത്തിൽ വിശ്വസിക്കുമ്പോൾ മറ്റു പല രാജ്യങ്ങളും കേവലം തങ്ങളുടെ നിലനിൽപ്പിനായി മാത്രം ഉള്ള പോരാട്ടത്തിലാണ് വിശ്വസിക്കുന്നത്. ഈ യുദ്ധങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ നയങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും വ്യക്തമായ അറിവുള്ളതിനാൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് മാത്രമേ കഴിയൂ എന്ന് പല രാജ്യങ്ങളും ഇപ്പോൾ തന്നെ ശബ്ദമുയർത്തുന്നുണ്ട്. എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഒന്നാണെന്നുമുള്ള ഇന്ത്യയുടെ പുരാതന സംസ്കാരം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആധുനിക ശാസ്ത്രവും പതുക്കെ ഈ ഒരു ധാരണയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം ഓർപ്പിക്കുന്നു. ധർമ്മം എന്നത് കേവലം ശാസ്ത്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല, മറിച്ച് അത് ജനങ്ങളുടെ പെരുമാറ്റത്തിലും പ്രതിഫലിക്കേണ്ടതാണ് എന്ന സുപ്രധാന സന്ദേശത്തോടെയാണ് അദ്ദേഹം ഈ പ്രസംഗം അവസാനിപ്പിച്ചത്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ലോകരാജ്യങ്ങൾ തമ്മിലടിക്കുമ്പോൾ സമാധാനത്തിന്റെ യഥാർത്ഥ പാത കാണിക്കാൻ ഇന്ത്യക്ക് മാത്രമേ കഴിയൂ എന്ന് അടിവരയിടുകയാണ് ഈ വാക്കുകൾ. മിസ്റ്റർ